കൊല്ലം TKM കോളേജിൽ KSU നേതാക്കളെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ നാടക മത്സരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ നിന്ന KSU നേതാക്കളെ മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനമേറ്റ KSU പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 പേരുണ്ടായിരുന്നു. അവന്മാരൊരു 300 പേരായി. 300 പേരായി. ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ട് ആക്രമിക്കുകയായിരുന്നു. നാടക മത്സരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ നിന്ന KSU പ്രവർത്തകരെയാണ് SFI പ്രവർത്തകർ മർദ്ദിച്ചതെന്നാണ് പരാതി. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ KSU ജില്ലാ ജനറൽ സെക്രട്ടറി MS സുബാൻ, സെക്രട്ടറിമാരായ SP ആദി, ഗൗരി മോഹൻ, BS മീനാക്ഷി എന്നിവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ നാടകം തീരാൻ ഒരു 2 മണി, ഏകദേശം 2 മണിയൊക്കെ ആയി. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ നാടകം കോളേജിലെ നാടകം ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഷോർട്ട് സർക്യൂട്ട് വന്ന് അതിൻ്റെ പകുതി ലൈറ്റൊക്കെ നിന്നുപോയി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ അപ്പീലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ SN കോളേജിലൊക്കെ പോകണം. അപ്പോൾ SN കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പം ഞാനും ആദി ജില്ലാ എക്സിക്യൂട്ടീവാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങോട്ട് തിരിഞ്ഞതും ഇവനെ വന്ന് എടുത്തുകൊണ്ട് പോയി കുറേ പേര് നടിച്ചു. പിന്നെ കുറേ പേര് വന്നു. ഞങ്ങൾ അറിഞ്ഞില്ല ആദ്യം ഇവനെ അടിക്കുന്നതെന്ന്. കാരണം ഞങ്ങൾ എടുത്ത് തന്നെയായിരുന്നു. അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഇവനെ കുറേ പേര് വന്ന് അടിച്ചു. അപ്പം ഞങ്ങളിത് ഇവനെ പിടിക്കാൻ പോയതാണ്. പിടിക്കാൻ പോയി ഞങ്ങളെ കുറേ നേരം അടിച്ചു. എൻ്റെ കാലിൻ്റെ സർജറി കഴിഞ്ഞിരുന്നതാണ്. സർജറി കഴിഞ്ഞിട്ട് ലിഗമെൻറ്റ് മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ കാലും അടയ്ക്കുന്ന എൻ്റെ കാലിപ്പോൾ പൊക്കാൻ വയ്യാതായി. പിന്നെ ഗൗരിക്ക് തലയൊക്കെ പ്രശ്നമായി. പോലീസ് നോക്കി നിൽക്കെയാണ് ആക്രമണം നടത്തിയതെന്നാണ് KSU ആരോപിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് നിന്ന പോലീസുകാർ പോലും ഒന്നും ഇടപെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം അവർ സുബാൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ അവര് ഓഡിറ്റോറിയം മുതൽ ഗേറ്റിൻ്റെ അവിടെ വരെ അടിച്ചു. അതിനുശേഷം പോലീസുകാരെടുത്ത് പറഞ്ഞപ്പോൾ പോലീസുകാർ ആംഗ്യം കാണിക്കുക, മതി നിർത്ത് എന്ന് ആംഗ്യം കാണിക്കുക. നമ്മളിത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അവർ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.